ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ശരിക്കും ഇങ്ങനെ അല്ലാത്ത എന്റെ പാടി മുഖം ഇവിടുന്ന് നല്ല വെളിച്ചുള്ളതുകൊണ്ടാണ് ഇത്ര ശരിക്കും ഞാനൊരു ക്യാമറയിൽ എടുത്ത ഫോട്ടോ ഇവിടെ സൈഡിലാണ് ഇതേപോലെയാണ് ഇവിടെ വന്നത് ഇതെന്ത് ഇങ്ങനെയൊന്നും നോക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് നല്ല വെളിച്ചം കിട്ടും. നമുക്ക് ശരിക്കും നല്ല വെളിച്ചത്തിൽ വീഡിയോ എടുക്കാൻ പറ്റൂട്ടോ. പക്ഷെ അടുക്കളയിൽ പോയി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നമുക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നോമ്പാണ് ഗൈസ്. ഉമ്മ ഇവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗ്യാസിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ ആവി എടുക്കുന്നുണ്ട്. അല്ലെങ്കിലോ ഇവിടെ മൊത്തം ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ മൊത്തം മീൻസ് എല്ലാവരുടെ വീട്ടിലും ഒരു തണലുണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലും ഒരു തണല് പോയിട്ട് സാധനം ഇല്ല. ആകെ ഒരു പ്ലാവും മാവും കൊമ്പില്ലാണ്ട് നിക്കുന്നുണ്ട്. ചോദിച്ച മാവും പ്ലാവും ഉണ്ട്, പക്ഷെ അതില് കൊമ്പില്ല. ഇങ്ങനെ ഒരു വടി പോലെ നിൽക്കുന്നത് ഇങ്ങനെ ചുറ്റി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കഴിച്ചത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു തണലെന്ന് പറയാൻ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആംബ്രു പറയുമ്പോ എന്താ 1 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ അങ്ങനെ 1 വയസ്സിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉമ്മ അങ്ങനെ എടുത്ത് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വ്ളോഗ് എടുക്കുമ്പോ ഉമ്മ ഇങ്ങനെ എടുത്ത് നടക്കും. പക്ഷെ ഇപ്പൊ എടുക്കണ ഒരു പ്രായമല്ലല്ലോ, എടുക്കാനും സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് പറയണത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് സിറ്റുവേഷനിലൂടെ കടന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ പ്ലാനിങ് ഒന്നും ഈ ഒരു നോമ്പിന് ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയാം ഒരു വ്ളോഗ് എന്താ കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണ്. നമ്മളെങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലോ എനിക്ക് 2-3 മണിക്കൂർ വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കലൊക്കെ ആയിട്ടും വലിയ കാര്യമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നമ്മൾ പഴംപൊരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ പഴംപൊരിക്ക് മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തണ്ണിമത്തനൊക്കെ ചെത്തട്ടെ. നമ്മളിവിടെ ആദ്യത്തെ നോമ്പിന് പത്തിരി ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വയ്യാത്ത കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. സാപ്പിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പത്തിരി. ഉമ്മ ഇവിടെ പഴംപൊരിക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാണ്. സാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാപ്പി ചെയ്തു തരൂട്ടെ. ഇപ്പൊ പിന്നെ ആംബ്രു ഉറങ്ങണ കാരണം നല്ല സുഖമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുതിയ ചട്ടി ഉണ്ടെങ്കിലും പഴയ ചട്ടിയിൽ മാത്രം ഉമ്മ വെക്കുള്ളൂ. ആ പുതിയ ചട്ടി ഉണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ പെരുന്നാൾ കാണിക്കാനാണോ? നല്ലൊരു ചട്ടി നമ്മൾ വാങ്ങിച്ചത്, ചട്ടി നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷെ ഉമ്മ അതാ വീണ്ടും ഈ പഴയതിലല്ലേ ഉണ്ടാക്കുന്നത്. അതൊരു സുഖം. പിന്നെ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നമ്മള് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുക. പിന്നെ ഞാനിതാ തണ്ണിമത്തൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതൊരു ഷേപ്പ് ഇല്ലാണ്ടാണ് ഇരിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും വെള്ളത്തിന്റെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ആശ്വാസമാണ്. നെഞ്ചിലൊക്കെ ഇങ്ങനെ ഒരു തണവ് വരും കേട്ടോ. പിന്നെ ഞാനൊരു ആപ്പിളാണ് കേട്ടോ എടുക്കണത്. എനിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആപ്പിൾ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കണുള്ളൂ. നമ്മളങ്ങനെ ഫ്രൂട്ട്സ് ചെത്തി കഴിഞ്ഞു കേട്ടോ. നമ്മൾ അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല, ആവശ്യത്തിനുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോ തണ്ണിമത്തനാണ് കുറച്ച് കൂടുതൽ എല്ലാവരും കഴിക്കുക. പിന്നെ ഈ വെള്ളം തന്നെയാണ് കുടിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പഴംപൊരിയും ഉണ്ടാക്കി കഴിഞ്ഞേക്കാണ്. ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവൻ നീറ്റ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഉണ്ടാക്കൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഉമ്മ തന്നെ ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞേക്കാണ് ഗൈസ്. ആംബ്രു നീറ്റ് വന്നപ്പോ പഴംപൊരി കണ്ടു. അപ്പൊ പഴംപൊരി വേണം പറഞ്ഞപ്പോ ഞാൻ ഇതാ 2 എണ്ണം പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇഷ്ടായാ? അയ്യോ, കുറച്ച് ശരി കേട്ടാ. ഇഷ്ടപ്പെട്ടോ? ചവച്ച് തിന്നെ. സൂപ്പർ പറയും, കൈ കൊണ്ട് ഉറക്ക പറയും. സൂപ്പർ. ചിരിച്ച് ആരാണിച്ചെന്ന് നോട്ടെ. വിഴുങ്ങല്ലേ? ആംബ്രുവിന് ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ അടുത്ത് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഉമ്മ ഇരിക്കും. കാരണം അവനക്ക് നല്ല വിഴുങ്ങൽ കൂടുതലാണ്. പിന്നെ അങ്ങനെ ചവച്ച് കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ ഓരോന്ന് ടേബിളിൽ എടുത്ത് വെക്കാണ്. സാപ്പി നോമ്പ് തുറന്നിട്ടാണ് വന്നത്. കാരണം എയർപോർട്ടിലേക്ക് പോയിക്കായിരുന്നു. അപ്പൊ വിചാരിച്ച ടൈമിൽ എത്താൻ പറ്റിയില്ല. അപ്പൊ ഞാനിതാ എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു വെള്ളരിക്ക പോലത്തെ ഒരു സാധനം, അതുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വയറിന് നല്ല തണവാണ്. ഈ ഒരു ടൈമിൽ കുടിക്കണത് നല്ലതാണ് കേട്ടോ. ഞാൻ അടുത്ത വ്ളോഗിൽ അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയാം. നോമ്പ് തുറക്കാനിരുന്നിട്ടുള്ള ഒരു അംഗമാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ആംബ്രുവിന് ഞാൻ അവന്റെ ഒരു കപ്പിൽ കുറച്ച് നാരങ്ങ വെള്ളവും പിന്നെ ഒരു പഴംപൊരി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടും കൂടിയിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ നോമ്പ് തുറന്നു നാരങ്ങ വെള്ളം കുടിച്ചു, പിന്നെ തണ്ണിമത്തം കഴിച്ചു. പിന്നെ അങ്ങടെ ആംബ്രു ഫുൾ കളിയായിരുന്നു കേട്ടോ. പഴംപൊരി എടുത്ത് നാരങ്ങ വെള്ളത്തിലേക്ക് ഇടണു, നാരങ്ങ വെള്ളം എടുത്ത് പഴംപൊരിയിലേക്ക് ഒഴിക്കണു. അങ്ങനെ ആകെ എന്താ പറയാ, നാരങ്ങ വെള്ളവും പഴംപൊരിയും ചത്തു തന്നെ പറയാം. പിന്നെ ചെറിയൊരു പൊട്ട് പഴംപൊരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാന്.
അതിന്റെ ഇടയിൽ ഞാൻ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അവനക്ക് കൊടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ, വേണ്ടെന്നുള്ളത്. എന്നോട് കഴിച്ചോളാൻ പറയാണ് കേട്ടോ. മൂപ്പരാൾക്ക് എല്ലാത്തിനും ഒരു മൂഡ് വേണം. ചിലപ്പോൾ ഞാൻ നാളെ ഇരുന്നിട്ട് തണ്ണിമത്തൻ കഴിക്കണ കാണാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് മൂപ്പരാൾ ഓരോ പോക്ക്. പിന്നെ ഞാൻ പഴംപൊരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത പഴമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയ ഒരിക്കലും ബാക്കി വരില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പഴംപൊരി. എത്ര ഉണ്ടാക്കിയാലും ഞങ്ങൾ അതിരുന്ന് കഴിക്കും. അതിന്റെ ഇടയിൽ ആംബ്രു കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. ഇത് എന്തപ്പോ ഇത് ചെയ്യാന്നുള്ളതില്. പിന്നെ ഞാൻ കഴിച്ച് കഴിയണ വരെ എന്തെങ്കിലും കാണിക്കട്ടെ വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. സാപ്പി പറ്റുള്ളൂ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട്. എവിടെ പോയിരുന്നു? പറ്റുള്ളൂ. ഇവിടെ പഴംപൊരിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാരങ്ങ വെള്ളവും പഴംപൊരിയും 2 സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാൻ. പക്ഷെ ഇങ്ങനെ കൊറേ നേരം ഇളക്കണം, അങ്ങോട്ടും കൂടെ ആക്കണം, എന്നാലാണ് ആവുള്ളൂ. ഇത് കൈ കടയണില്ലേ തൊട്ട? എപ്പൊ തുടങ്ങിയത്? നോക്ക് നമ്മള് നോമ്പൊക്കെ തുറന്നു. വടക്കാഞ്ചേരി വരെ ഒന്ന് പോവാണ് കേട്ടോ. എന്തിനാന്ന് ചോദിച്ചാല് മൈജിയിലേക്കാണ് പോണത്. നമ്മുടെ റിജോ മോനൊരു ഫോൺ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കണം. ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പിന്നെ മുന്തിരി. നല്ല മുന്തിരിയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. അത്ര തന്നെ. ഫസ്റ്റ് മൈജിയിലേക്ക് പോവാം. വടക്കാഞ്ചേരി മൈജി വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ആ മൈജിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിതാ മൈജിയിൽ എത്തിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റ് കാണാൻ. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. നല്ല കളറിൽ നമുക്ക് വീഡിയോ കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ സാപ്പിയുടെ അടുത്ത് പറയുന്നു, നമ്മൾ വീഡിയോ വെക്കുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെച്ചാൽ മതി. കാരണം അതാകുമ്പോൾ റിംഗ് ലൈറ്റ് ഏറ്റി പിടിച്ച് നടക്കണ്ടല്ലോ. ആംബ്രൂന് ഈ ഇരിക്കണ ചെയർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ മൂപ്പരാൾ അവിടെ ഇരുന്ന് നടന്നൊക്കെ കളിക്കുകയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും നോക്കുമായിരുന്നു, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളും ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. നമ്മള് മൈജിന്ന് ഇറങ്ങിട്ടാണ്. റിജോന് ഫോൺ നോക്കാൻ വേണ്ടി വന്നിട്ട് നമ്മള് വേറൊരു സാധനം ഇപ്പൊ വാങ്ങിച്ചിട്ടാണ് പോണത്. പക്ഷെ നാളെയാണ് ഡെലിവറി ആവുള്ളൂ. അപ്പൊ നാളത്തെ വ്ളോഗില് നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണും. ഞാൻ ഏകദേശം ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കണ ആ ഒരു സാധനം അല്ലേ. നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. ഇതിലൊരിക്കലും ഞാനും സാപ്പിയും ഒന്നല്ല കേട്ടാ കൂടുതൽ. ഇത് ഉമ്മാക്കാണ് കൂടുതൽ സന്തോഷാവുക. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. ഉമ്മ ഞെട്ടൂല്ലേ നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാപ്പി മൈജിയിൽ പോയാൽ എന്തെങ്കിലും എടുക്കാണ്ട് വരില്ല. അത് സാപ്പിയുടെ ഒരു, എനിക്കറിയില്ല അത് എന്താന്ന്. നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ട് സാപ്പി വരും. നമുക്ക് സ്വയം എടുക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ ഒരാൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം സാപ്പിക്കുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മള് ഒരു എമൗണ്ടിനുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. വേഗം നേരം പോവാ, അതായത് നാളെ ആയാൽ മതി എന്നുള്ളൊരു ഇത് വരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ പോയിട്ട് ഇന്നത്തെ നോമ്പിന്റെ ബാക്കി ഫുഡൊക്കെ കഴിക്കാം. പത്തിരി കഴിക്കണം, പിന്നെ ചിക്കൻ കറി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി. ഉമ്മതാ ചിക്കൻ കറി ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പുതിയ ചട്ടി കേട്ടോ. അതിലാണ് ചിക്കൻ കറി വെച്ചേക്കണത്. പിന്നെ നമ്മൾ മൈജിന്ന് ഇറങ്ങുമ്പോൾ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ആംബ്രൂന് വിശക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കാൻ നിന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് പിന്നെ സാപ്പി വാങ്ങിക്കാൻ പോവാണ് ചെയ്തത്. പിന്നെ അതിൽ ഇതാ മാങ്ങയും അതുപോലെ പേരക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ 2 പത്തിരിയും കുറച്ച് ചാറും എടുത്തിട്ടുണ്ട്. വയറ് ഓൾറെഡി നിറഞ്ഞ പോലെയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത്, വെള്ളം കുടിച്ചിട്ട്. പൊറോട്ട കുട്ടാപ്പ് വരുമ്പോ കൊണന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങളും അതുപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.